ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ. അതായത് സാമ്പത്തിക യാത്ര എന്നുള്ളത്, സാമ്പത്തിക വിജയം എന്നുള്ളത് മാനസിക സമ്മർദ്ദങ്ങളും വലിയ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ പണം നഷ്ടപ്പെടുത്താൻ മനസ്സുള്ളവർക്ക് കൂടിയേ ആ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ കഴിയൂ. സാമ്പത്തിക യാത്ര എന്നുള്ളത് നേരെ ഉയരങ്ങളിലേക്ക് എത്ര അധ്വാനിക്കാൻ ശ്രമിച്ചാലും, എത്ര കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര ബുദ്ധി ഉപയോഗിച്ചാലും, എത്ര റിസ്ക് എടുക്കാൻ തീരുമാനിച്ചാലും ഒരേപോലെ ഉയർന്നു പോകുന്ന ഒന്നല്ല സാമ്പത്തിക യാത്ര. ചിലപ്പോഴോ ഇടയ്ക്കൊക്കെയോ അടിക്കടിയോ പലപ്പോഴുമോ സാമ്പത്തിക നഷ്ടങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് സാമ്പത്തിക യാത്ര എന്നുള്ളത്. പക്ഷേ ആ യാത്ര ഒരിക്കലും ആ ഒരു റിസ്ക് എടുക്കാൻ, ആ ഒരു ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും കൂടെയുള്ള മനസ്സോടെ ഇറങ്ങി തിരിച്ചാൽ ആ യാത്ര വിജയകരമാകുമെന്നതിലും സംശയമില്ല. പൊതുവെ ലോകത്ത് കാണുന്ന ചില ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് നോക്കാം. കോമണായ ചില കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് പരിശോധനാ വിധേയമാക്കാം. ഒരു അതീവ ദരിദ്രനായ വ്യക്തിയുടെ അവസാന കാലത്ത്, അദ്ദേഹം ദീർഘായുസ്സോടെ ജീവിച്ച ഒരു അതീവ ദരിദ്രനായ ഒരു വ്യക്തിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പൊതുവേ കാണുന്ന ഉത്തരം എങ്ങനെയായിരിക്കാം? ഭൂരിപക്ഷം ദരിദ്രരും പറയും, വികാരാധീനരായി തന്നെ പറഞ്ഞേക്കാം, ഞാൻ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള മിടുക്ക് എനിക്കുണ്ടായിരുന്നു. ഞാനും എൻ്റെ വൈഫും ഒക്കെ ചേർന്ന്, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള സകല മുൻകരുതലുകൾ എടുത്തിരുന്നു. അതിനുള്ള ബുദ്ധിയും അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈവൻ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പൈസയാണെങ്കിൽ പോലും ആ പൈസ ഒരിക്കൽ പോലും ഒരു പോക്കറ്റ് അടിക്കോ പോലും വിധേയമാകാതിരിക്കാൻ വേണ്ടി ഷർട്ടിന്റെ ഇന്നർ പോക്കറ്റിൽ വേറൊരു രഹസ്യ പോക്കറ്റൊക്കെ വെച്ച് അങ്ങനെ പല രീതിയിലും പണം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾക്ക് നല്ല കരുതലുണ്ടായിരുന്നു. ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇപ്പോഴെന്തുണ്ട് ബാക്കി? എൻ്റെ പൊന്നു സാറേ, ഒന്നും പറയേണ്ട, ഉള്ള വീടാണെങ്കിൽ ഏത് നിമിഷവും ജപ്തിയാകാം. നിരവധി കടവും കൂടും കൊടുക്കുകയും ആകെപ്പാടെ യാതൊരു നിവൃത്തിയുമില്ല, യാതൊരു രക്ഷയുമില്ല. ആകെപ്പാടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റം, കടവും പ്രശ്നങ്ങളും, ആകെപ്പാടെ ദാരിദ്ര്യം തന്നെ. ഒരിക്കൽ പോലും, പക്ഷെ അദ്ദേഹം അഭിമാനത്തോടെ പറയും, ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ബുദ്ധിയും ശേഷിയും അതിനുള്ള കഴിവും എനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യും. പക്ഷേ ജീവിതാവസാന കാലത്ത് എന്തുണ്ട് ബാക്കി? ഒന്നും തന്നെ ഇല്ല. എല്ലാം കടത്തിലും, വീട് ഉൾപ്പെടെ ജപ്തിയുടെ വക്കത്താണ്. യാതൊരു സമൃദ്ധിയും ഇല്ല എന്ന് മാത്രമല്ല, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തുമാണ്. നേരെ മറിച്ച് ഒരു അതീവ ധനികനോട്, 5000 കോടി ആസ്തിയുള്ള ഒരു യഥാർത്ഥ അതീവ ധനികരോട് ചോദിച്ചു നോക്കൂ. പൊതുവെ ആ ധനികരുടെ പൊതുവെയുള്ള ഉത്തരം ഇങ്ങനെയായിരിക്കും, എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണിത്! എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിലെ ആദ്യ ശ്രമം തന്നെ മുഴുവൻ തുകയും നഷ്ടമായി. അതിനുശേഷം അടുത്തൊരു ശ്രമത്തിൽ പാർട്ട്ണർ പകുതി ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം പിന്നെ ഒരു ശ്രമം തുടങ്ങിയപ്പോഴാണ് ഒരു മാന്ദ്യം വന്നത്. ആ മാന്ദ്യത്തിൽ വീണ്ടും എൻ്റെ 90% ആസ്തി തന്നെ നഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും അതൊരു ബുദ്ധിമോശം കൊണ്ട്, എൻ്റെ തന്നെ ബുദ്ധിമോശം കൊണ്ട് അതിൻ്റെയും പകുതിയോളം നഷ്ടം വന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം നഷ്ടങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ എന്തുണ്ട് ബാക്കി? ഇതാ നിങ്ങൾ കാണുന്നില്ലേ, 5000 കോടി ആസ്തി, പ്രീമിയം കാറുകൾ, പ്രീമിയം വില്ലകൾ, ഇഷ്ടംപോലെ ആസ്തി, ഏതാണ്ട് 5000 കോടിക്ക് മേൽ ആസ്തി. അതായത് ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ആ പണം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള, അത് പിടിച്ചു വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തരുത്, 1 രൂപ പോലും നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ എൻ്റെ അധ്വാനിച്ച പൈസ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതുമ്പോൾ ഒരിക്കലും ശരിയായ ഇൻവെസ്റ്റ്മെന്റുകളിലേക്കോ ചില ബിസിനസ് പ്ലാനുകളിലേക്കോ പണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കോ ഇറങ്ങുന്നില്ല എന്നത് തന്നെയാണ് അർത്ഥം. എന്നാൽ ആ ധീരമായി പണം ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവരാകട്ടെ പല പ്രാവശ്യം പണം നഷ്ടപ്പെട്ടാലും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പണം നഷ്ടപ്പെട്ടേക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരുപക്ഷെ തന്നെ മുൻകൂട്ടി കരുതലുണ്ടാകാം പണം നഷ്ടപ്പെട്ടേക്കാമെന്ന്. ആ കരുതൽ, ആ ഒരു അറിവില്ലാതെ പോലും ഇറങ്ങിത്തിരിക്കുന്ന, ആ പണം ഉണ്ടാക്കാനുള്ള ധീരതയുള്ള മനുഷ്യർ പല പ്രാവശ്യം അടിക്കടിയോ ഇടയ്ക്കിടെയോ പണം നഷ്ടപ്പെട്ടാലും ആ യാത്ര തുടരുകയും ചെയ്യും. അതിന്റെ ആയുഷ്കാല റിസൾട്ട് എന്നോണം അത് സാമ്പത്തിക വിജയവുമായിരിക്കും. ആ പണം എത്ര പ്രാവശ്യം പണം നഷ്ടപ്പെട്ടാലും ആ യാത്ര ധീരമായി തുടരുന്നവർക്ക് ആയുഷ്കാല റിസൾട്ട് വലിയ സാമ്പത്തിക സക്സസ് ആയിരിക്കും. പക്ഷേ ആ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരോ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടാതെ നോക്കുന്നു, പക്ഷേ ആയുഷ്കാല റിസൾട്ടോ ദാരിദ്ര്യം തന്നെയായിരിക്കും. ഇത് നന്നായി ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി പരിശോധിച്ച് പഠന വിധേയമാക്കിയാൽ തന്നെ ആ സാമ്പത്തികത്തിന്റെ ഒരു രഹസ്യം വീണ് കിട്ടും. ഇറങ്ങിത്തിരിക്കുക, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ വീണ്ടും പിന്മാറാതിരിക്കുക.
സമ്പാദിക്കുക. ആ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്ന പലരും അവർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ ശരിയായ അവസരങ്ങളെല്ലാം തട്ടിപ്പായും ഉടായിപ്പായും കാണുകയും ക്യുക്ക് ഫിക്സ് സൊല്യൂഷൻസ്, ക്യുക്ക് മണി, പെട്ടെന്ന് പണം ഉണ്ടാകുമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും പോയിട്ട് സകല ആടുമാഞ്ചിയം ആനമയിൽ ഒട്ടകത്തിലും കൊണ്ടുപോയി കാശ് കളയുകയും ചെയ്യുന്ന ദരിദ്രമുണ്ട് എന്നുള്ളതും സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ പണം നഷ്ടപ്പെടുന്ന യാത്രയിൽ പാരമ്പര്യ ധനികരുടെ കാര്യത്തിൽ അത്രയും പ്രസക്തമല്ല. കാരണം പാരമ്പര്യ ധനികർക്ക് അത് കുട്ടിക്കാലം മുതലേ അറിയാം പലവട്ടം പണം നഷ്ടപ്പെട്ടേക്കാമെന്നും. അതുമാത്രമല്ല ബാക്കപ്പ്, നല്ല സാമ്പത്തിക ബാക്കപ്പ് ഉള്ളത് കൊണ്ട് ആ നഷ്ടങ്ങൾ അവരെ ബാധിക്കുകയുമില്ല. അതുകൊണ്ട് അത് വലിയൊരു ഹീറോയിസം ആണ് എന്ന് പറയാൻ കഴിയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാതൃകയാക്കേണ്ടതുണ്ട്. പല പ്രാവശ്യം പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, പക്ഷേ പതറാതെ കുലുങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതിന്റെ ഫലം തന്നെയാണ് ആ ഒരു ആയുഷ്കാല സാമ്പത്തിക വിജയം എന്നുള്ളത്. സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ. അതുകൊണ്ട് സാമ്പത്തിക യാത്രയ്ക്കായി തുനിയുമ്പോൾ ആദ്യത്തെ 1-2 പരാജയങ്ങളിലോ 1-2 പ്രാവശ്യം പണം നഷ്ടപ്പെടുമ്പോഴോ പിന്മാറേണ്ടുന്ന ആവശ്യമില്ല. പണം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ ആയുഷ്കാല സാമ്പത്തിക വിജയം അസാധ്യം തന്നെയാണ്. നിങ്ങൾ ഏത് അതിസമ്പന്നരോടും ചോദിച്ചു നോക്കിക്കോളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് അതിസമ്പന്നരായ മനുഷ്യരോട് ചോദിച്ചു നോക്കിക്കോളൂ, എത്രയോ പ്രാവശ്യം, ഒരു പക്ഷേ 5, 10, 20 പ്രാവശ്യം പോലും ആയിരിക്കില്ല, പണം പല പ്രാവശ്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ സാമ്പത്തിക ശ്രമങ്ങൾ 9 പ്രാവശ്യത്തിനപ്പുറം ഫെയിൽ ആകില്ല എന്നുള്ളതാണ് അതിന്റെ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 8 പ്രാവശ്യം പരാജയപ്പെടാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചാൽ 9 ശ്രമങ്ങളിൽ ഒരെണ്ണം ജീവിതകാലം മുഴുവൻ സമ്പൽ സമൃദ്ധി നൽകുന്ന വിജയത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് 8 ശ്രമങ്ങൾ സാമ്പത്തികമായി ഉയരാനുള്ള തീവ്രമായ ശരിയായ 8 ശ്രമങ്ങൾ, കുറച്ച് സീരിയസ് ആയ 8 ശ്രമങ്ങൾ പോലും പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയുഷ്കാല റിസൾട്ട് പരാജയത്തിന്റെ കയ്പ് കുടിക്കേണ്ടി വരില്ല. 8 ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം, 800 പ്രാവശ്യം പണവും നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ആയുഷ്കാല റിസൾട്ട് നോക്കിയാൽ വൻ ആസ്തിയും വൻ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അത് തന്നെയാണ് അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് 5000 കോടിക്ക് മേൽ ആസ്തി നേടിയ സമ്പന്നരോട് ചോദിച്ചാൽ എത്രയോ ശ്രമങ്ങൾ, എത്രയോ സീരിയസ് ആയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, എത്രയോ പ്രാവശ്യം പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ അവരുടെ ആയുഷ്കാല റിസൾട്ട് 5000 കോടിക്ക് മേലോ 50,000 കോടിക്ക് മേലോ ആസ്തി. ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ദരിദ്രന്റെ രീതിയോ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയും, പക്ഷേ ആയുഷ്കാല റിസൾട്ട് എന്താണ്? ദാരിദ്ര്യവും കടബാധ്യതകളും മാത്രം. ഏതായാലും ഈ പ്രമാണം ഒരിക്കൽ കൂടെ ആഴത്തിൽ സ്വയം പരിശോധിക്കുക, സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെയും ലോകത്തെയും നോക്കിക്കാണുക. ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ എന്ന പ്രമാണം ഓർക്കുക. രണ്ടും കൽപ്പിച്ച് ധീരമായി ഇറങ്ങിത്തിരിക്കുക. ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നും സീരിയസ് ആയ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടേക്കാമെന്നും തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഒരു മറുവശം കൂടെയുണ്ട്. വിജയസാധ്യത മുന്നിൽ കണ്ട് തന്നെ വേണം ഇറങ്ങിത്തിരിക്കാൻ. പക്ഷേ എങ്കിലും പ്രായോഗികമായ യാഥാർത്ഥ്യം അതല്ല. പലപ്പോഴും പരാജയം വന്നേക്കാം എന്നുള്ള ആ ഒരു മുൻകരുതൽ കൂടെ ഉള്ളത് തന്നെയാണ് പ്രായോഗിക യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടുക. ആയുഷ്കാല ലക്ഷ്യം എന്നുള്ള ആ ഒരു ആയുഷ്കാല റിസൾട്ട് ആണെങ്കിൽ ആ വലിയ സമ്പൽ സമൃദ്ധി നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും, നിങ്ങൾ അവിടെ എത്തുക തന്നെ ചെയ്യും. ധീരമായി മുന്നോട്ട് പോകൂ.